യഹൂദന്മാരുടെ ന്യായപ്രമാണം അനുസരിച്ച്, யூதர்களுடைய நியாயப்பிரமாணத்தின் சட்டத்தின்படி ഏറ്റവും ഇളയ പയ്യൻ மிகவும் இளைய மகன்தான் അപ്പന്റെ കൂടെ ഇരുന്ന് നല്ലവണ്ണം പഠിച്ച് தகப்பனோடு கூட இருந்து நல்ல முறையில படித்து നല്ല ജോലി നേടേണ്ട പയ്യനാണ്. நல்ல வேலையை ஆதாயம் பண்ண வேண்டிய மகன். പക്ഷെ ഇവനെ നല്ല വിദ്യാഭ്യാസം കൊടുക്കാതെ, நல்ல படிப்பறிவு கொடுக்காமல், നല്ല ആഹാരം കൊടുക്കാതെ, நல்ல ஆகாரத்தை கொடுக்காமல் കുറച്ച് ആടുകളെ കൊടുത്ത്, கொஞ்சம் ஆடுகளையும் கொடுத்து കാട്ടിൽ പറഞ്ഞു വിട്ടു. காட்டுல சொல்லி விரட்டி விட்டார்கள். ഏത് കാട്? எந்த காடு? മരണങ്ങൾ മറഞ്ഞിരിക്കുന്ന കാട്. மரணங்கள் മറഞ്ഞിരിക്കக்கூடிய കാട്. ഒരിക്കൽ അവന്റെ അപ്പൻ ഈസായി പേടിച്ചോടി ഒരു പരുവത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാ. ആമേ. ഒരു മുறை தாவீதுடைய தகப்பனாக ஈசாയി அந்த காட்டு வழியா வரும்போது பயந்து ஓடி வந்த அந்த காடு ജസ്റ്റ് മിസ്സിൽ രക്ഷപ്പെട്ടതാ. கொஞ்சம் நூறு இடையில தப்பி வந்தான். ദാവീദിന്റെ അപ്പൻ ഈശായി ഒരു കരടിയെ കണ്ടു. தாவீதுடைய தகப்பனாக ஈசாയി ഒരു കരടിയെ பார்த்தான். ഒരു സിംഹത്തെ കണ്ടു. ഒരു സിംഹത്തെയും பார்த்தான். ആ കരടിയുടെയും സിംഹത്തിന്റെ നടുവിലാണ്, அந்த കരടി இருக்கக்கூடிய சிங்கம் இருக்கக்கூடிய அந்த காட்டுக்குள்ளதான் ഈശായി മോനെ പറഞ്ഞു വിടുന്നത്. ஈசாയി தன் மகனாகிய தாவீதை சொல்லி அனுப்புகிறார். ഈശായി, ஈசாயே, നീയും നെബൂഖദ്നേസറൊക്കെ ഒരുപോലെയാണ്. നീയും നേബുഖദ്നേസർ എല്ലാം ഒരേ പോലെதான். ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. കുറെ ആടിനെ കൊടുത്തു വിട്ടിട്ട്, கொஞ்சம் ആടുകളെ കൊടുത്തു വിട്ട് ദാവീദ് പറഞ്ഞു, അപ്പാ ഞാൻ പോയിട്ട് വരാമേ. தாவீது சொன்னானா, அப்பா நான் போயிட்டு வரேன். ഈശായി മിണ്ടാതെ നിന്നു. ஈசாய் அமைதியாவே இருந்தான். നീ പോയിട്ട് വരില്ല, നീ പോയിട്ട് திரும்பி வரமாட்டாய். കരടി നിന്നെ അടിച്ചു കൊല്ലും, കരടി ഉന്നെ അടിച്ചു കൊന്നിടും, സിംഹം നിന്നെ തിന്നും, സിംഹം ഉന്നെ തിന്നിടും. ഗുഡ് ബൈ, ഗുഡ് ബൈ. ദാവീദിന് അറിയത്തില്ല. ദാവീദുക്ക് ഇത് தெரியாது. ദാവീദ് ഒരു പാട്ടും പാടി ആടുകളെ കൊണ്ട് പോവുക. ഒരു പാട്ടും പാടി ആടുകളെ കൊണ്ട് செல்கிறான். ഹല്ലേലൂയ, ഹല്ലേലൂയ. ആടുകളെ മേയ്ക്കാൻ വിട്ടതിന് ശേഷം, ആടുകളെ മേയ്ക്ക വിട്ടதுக்கு பின்பு ഇവനൊരു മരത്തിന്റെ ചുവട്ടിലിരുന്ന്, ഇവൻ ഒരു മരத்துக்கு വേരടിയിൽ ഉட்கார்ந்து കൈയടിച്ച് ദൈവത്തെ ആരാധിക്കുക. കൈകളെ തട്ടി ദേവനെ ആരാധിக்கிறான். ആരാധിച്ചവന്റെ മേലെ, ആരാധിച്ചവൻ മേലെ ദൈവ മഹത്വം ഇറങ്ങി, ദേവ മഹിമ ഇറങ്ങിനது. ദാവീദ് വനത്തിൽ ആരാധിക്കുമ്പോ, ദാവീദ് കാട്ടിലിരുന്ന് ദേവനെ ആരാധിക്കുമ്പോൾ, പ്രാർത്ഥനാ റൂമിൽ ശമൂവേലിനോട് ദൈവം സംസാരിച്ചു. ജപ അറയിൽ ഇരുന്ന ശമൂവേലോട് ദേവൻ പേശിനാർ. ശമൂവേലേ, ശമൂവേലേ, ഇസ്രായേലിൽ ഞാൻ രണ്ടാമത്തെ രാജാവിനെ കണ്ടു. ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവെ ഞാൻ പാർത്തുവിട്ടേ. ശമൂവേൽ ചോദിച്ചു. ശമൂവേൽ കേട്ടാ, എവിടെയാ? ഏത് വീട്ടിലായിരിക്കുന്നു? എന്ത വീട്ടിൽ അവൻ ഇരിക്കുകയാണ്? അവൻ ഇപ്പോൾ ഒരു വനത്തിലായിരിക്കും. അവൻ ഇപ്പോൾ ഒരു കാട്ടിലിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശമൂവേൽ ചിന്തിച്ചു, വല്ല മങ്കിയേറ്റായിരിക്കും. ആമേൻ. ഒരു കുരങ്ങായിരിപ്പാരോ? വനത്തിൽ ഏതെങ്കിലും മനുഷ്യൻ പോയി ഇരിക്കുമോ? അവൻ കാട്ടിലെ യാരാவது മനുഷ്യൻ പോയി തങ്ങ முடியுமா? എന്തായിരുന്നാലും ദൈവത്തിന്റെ പ്ലാൻ എന്താണെന്ന് അറിയത്തില്ലല്ലോ. അവൻ ദേവനുடைய திட்டம் என்னன்னு தெரியாதுல்ல. മങ്കി എങ്കിൽ മങ്കി, അങ്കിനാ കുരങ്ങുനാ കുരങ്ങ്. പ്രൈസ് ദി ലോർഡ്. നീ പോകുമ്പോൾ ഈ ശൗലിനെ ദൈവം അഭിഷേകം ചെയ്തത്, ഇത് സൗളை தேவன் അഭിഷേകം ചെയ്തത് കുടത്തിലുള്ള എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു. കുടത്തിൻ എണ്ണയിനാൽ അഭിഷേകം അവർ ചെയ്താർ അല്ലേ? ശൗലിന്റെ തലയിൽ, ശൗലുடைய തലയിൽ കുടം ഉടച്ച് തൈലം ഒഴിച്ചു. കുടത്തെ ഉടൈത്ത് തൈലത്തെ ഊറ്റിനാർ. ദാവീദിനെ അഭിഷേകം ചെയ്യുമ്പോൾ, ദാവീദை അഭിഷേകം பண்ணும்போது, നീ കുടത്തിലെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യരുത്. കുടത്തിൻ എണ്ണയിനാൽ നീ അഭിഷേകം ചെയ്യக்கூடாது. കൊമ്പ് അഭിഷേകം ചെയ്യണം. കൊമ്പിൻ അഭിഷേകത്തെ നീ ചെയ്യ வேண்டும். ഹല്ലേലൂയ, ഹല്ലേലൂയ. മൃഗത്തിന്റെ കൊമ്പിനകത്ത്, മൃഗത്തിൻ കൊമ്പുക്കുള്ളേ അഭിഷേക തൈലവുമായി പോകാൻ പറഞ്ഞു. അഭിഷേകത്തെ തൈലത്തെ നിറപ്പിക്കൊണ്ട് നീ செல் என்று சொன்னார். ഹല്ലേലൂയ, ഹല്ലേലൂയ. ശൗൽ നേരെ പോയത്, ശൗൽ നേരാக சென்றது ഈശായിയുടെ വീട്ടിലാണ്. ഈശായിൻ വീട്ടിൽ. ഹല്ലേലൂയ. ദൈവം നല്ലൊരു ഗൈഡൻസ് കൊടുത്തു. ദേവൻ നല്ല ഒരു വഴി നടത്തலை തന്നാർ. ഞാൻ മങ്കിയെന്നല്ല തെരഞ്ഞെടുക്കാൻ പോകുന്നത്, ഞാൻ കുരങ്ങ தெரிந்து கொள்ள போகவில்லை. ഞാൻ ഈശായിയുടെ വീട്ടിൽ നിന്ന് ഒരുത്തനെ സെലക്ട് ചെയ്തു. நான் ஈசாயின் வீட்டில் ஒருவனை தெரிந்து கொள்ள விட்டேன். ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശായിയുടെ വീട്ടിൽ ശമൂവേൽ പോകുമ്പോൾ, ஈசாயின் வீட்டிலே சாமுவேல் போகும்போது, നിന്റെ വീട്ടിൽ നിന്ന് ഒരുവനെ രാജാവായി സെലക്ട് ചെയ്യാം. வீட்டிலுள்ள ஒருவனை தேவன் ராஜாவாக தெரிந்து கொண்டிருக்கிறார். 7 പേരെ കാണിച്ചു. 7 பேரை காண்பித்தார். സാമുവേൽ പറഞ്ഞു, சாமுவேல் சொன்னார், ഇതല്ല ആള്, இது அந்த நபர் இவர் அல்ல. ഇനി നിനക്ക് മക്കളുണ്ടോ? இனியும் உனக்கு பிள்ளைகள் இருக்கிறார்களா? ഈശായി പറഞ്ഞു, അയ്യോ ഇല്ല, എല്ലാം തീർന്നു. ஆமென். ஈசாய் சொன்னா எல்லாம் முடிந்தது, இவ்வளவுதான். ഇനി ഒരുത്തണ്ടായിരുന്നു, അവനെ സിംഹം കടിച്ച് തിന്നാണ്. இனி ஒருத்தர் இருந்தா அவனை காட்டு கலப்பன சிங்கம் அடிச்சு கொண்டு இருக்கும். 7 പേരേ ഉള്ളൂ, 7 പേര്. 7 பேர் தான். സാമുവേൽ പറഞ്ഞു. சாமுவேல் சொன்னார், നോ നോ നോ, இல்ல இல்ல இல்ல. എട്ടാമത് ഒരുത്തൻ ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്. எட்டாவதாக இப்போது ஒருவன் உயிரோடு இருக்கிறார். ഇപ്പോൾ എട്ടാമത്തെ ഒരുത്തൻ ജീവനോടെ ഇരിപ്പുണ്ട്. இப்போது எட்டாவதாக ஒருவன் உயிரோடு இருக்கிறார். നീ മരിച്ചു പോകാത്തത്, நீ மரித்து போகாதது, തൂത്തുക്കുടിയിൽ രാജാവായി വാഴാനാണ്. தூத்துக்குடியில ராஜாவாய் வாழத்தான். കരങ്ങളെ അടിച്ചു പറ, கையை தட்டி சொல்லுங்க, നീ മരിച്ചു പോകാത്തത്, நீங்க மரித்து போகாதது, നീ രാജാവായി തീരാൻ വേണ്ടിയിട്ടാണ്. நீங்க ராஜாவாய் மாறுவதற்காகத்தான். ഹല്ലേലൂയ, ஹல்லேலூயா. ഈശായി പറഞ്ഞു, ஈசாய் சொன்னான்,
അയ്യോ ഒരുത്ത ഉണ്ട്, അവൻ കാട്ടിലോട്ട് പോയി. ஒருவன் இருந்தால் அவன் காட்டுக்கு சொல்லி அனுப்பியிருக்கிறேன். അവൻ തിരിച്ചു വരുമെന്ന് അറിയത്തില്ല. அவன் திரும்பி வருவானான்னு தெரியாது. സാമുവേൽ പറഞ്ഞു, சாமுவேல் சொன்னார், അവൻ തിരിച്ചു വരും. அவன் திரும்ப வருவான். കാരണം അവനെ ദൈവം സെലക്ട് ചെയ്തു. ஏனென்றால் தேவனே அவனை தெரிந்து கொண்டு விட்டார். ദൈവം നിന്നെ സെലക്ട് ചെയ്തു. தேவன் அவனை தெரிந்து கொண்டு விட்டார். ഒരു കരടിക്കും ஒரு கரடியாலும் ഒരു சிங்கத்தாலும் നിന്നെ തൊടാൻ പറ്റില്ല. உன்னை தொடவே முடியாது. எஸ் ஹalleluya. അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്തിട്ട് പറ, பக்கத்துல உள்ளவங்க கையை பிடிச்சு சொல்லுங்க, don't fear, பயப்படாதீங்க, don't worry, நீங்க கவலைப்படாதீங்க. ദൈവം നിന്നെ സെലക്ട് ചെയ്തു കഴിഞ്ഞു. தேவன் உன்னை தெரிந்து கொண்டு விட்டார். ഒരു ക്യാൻസറാലും നീ മരിക്കത്തില്ല. ஒரு கேன்சரால நீ மரிக்க மாட்டாய். ഒരു ട്യൂമറാലും നീ മരിക്കത്തില്ല. ஒரு கட்டியாலும் நீ மரித்து போக மாட்டாய். ഒരു അറ്റാക്കും നിന്നെ തൊടില്ല. ஒரு அட்டாக்கும் உன்னை தொடுவதில்லை. ഒരു ഷുഗറും നിന്നെ തൊടില്ല. ஒரு சுகரும் உன்னை தொடுவதில்லை. കാരണം നിന്നെ ദൈവം സെലക്ട് ചെയ്തു. உன்னை தேவன் தெரிந்து கொண்டு விட்டார். எஸ் ദൈവം സെലക്ട് ചെയ്തവർ ആരാധിച്ചോം. ஓ தேவனால் தெரிந்து கொள்ளப்பட்டவர்களை ஆராதியுங்கள். I am selected. நான் தெரிந்து கொண்டு விட்டேன். I am selected. நான் தெரிந்து கொண்டு Man பட்டேன். rejected you. ஓ மனுஷன் உன்னை புறக்கணிப்பார். God selected you. கர்த்தர் உன்னை தெரிந்து கொண்டு விட்டார். ஆமென். ദാവീദ് പറയും, தாவீது சொல்லுவான், man rejected, மனுஷன் புறக்கணித்தான், my father rejected, தகப்பனே என்னை புறக்கணித்தான், God selected me. கர்த்தர் என்னை தெரிந்து கொண்டார். റിജക്ഷൻ അനുഭവിക്കുന്നവർ പറ, புறக்கணிப்பை அனுபவிக்கிறவர்கள் சொல்லுங்கள், ലോകം നിന്നെ റിജക്ട് ചെയ്യുമ്പോൾ உலகம் உன்னை புறக்கணிக்கும் போது സൂയിസൈഡിനെ പറ്റിയല്ല ചിന്തിക്കേണ്ടത്. தற்கொலையை குறித்து சிந்திக்க கூடாது. God selected me. கர்த்தர் என்னை தெரிந்து கொண்டார். ஹalleluya ஹalleluya. സാമുവേൽ പറഞ്ഞു, சாமுவேல் சொன்னான், അവൻ മരിക്കത്തില്ല, மரிக்க மாட்டான். ഈശായി പറഞ്ഞു, ஈசாய் சொன்னான், ഇല്ല 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 ഇല്ല, இல்ல 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 இல்ல, അവിടെ സിംഹം ഉണ്ട്, ஆக சிங்கம் இருக்கு, അവിടെ കരടി ഉണ്ട്. அங்க கரடி இருக்கு. സിംഹം അവനെ തിന്നു കാണും, சிங்கம் அவனை தின்னிருக்கும், കരടി അവനെ തിന്നു കാണും. கரடி அவனை தின்னிருக்கும். സാമുവേൽ പറഞ്ഞു, சாமுவேல் சொன்னான், അവൻ സിംഹത്തെ തിന്നോന്നാണ് എനിക്കൊരു ഡൗട്ട്. அவன் சிங்கத்தை தின்னுட்டானாங்கிறதா எனக்கு சந்தேகமா இருக்கு. സിംഹം അവനെ തിന്നത്തില്ല, ஓ சிங்கம் அவனை திங்காது, ദാവീദ് സിംഹത്തെ തിന്നു കാണും. தாவீதுதான் சிங்கத்தை தின்னிருப்பான். God നിന്നെ സെലക്ട് ചെയ്തുവെങ്കിൽ கர்த்தர் உன்னை தெரிந்து கொண்டார் என்றால் നിന്റെ ശത്രുവിനെ നീ വിഴുങ്ങിക്കളയും. உன்னுடைய சத்துருவை நீ விழுங்கி விடுவாய். ஆமென். കരമടിച്ച് கையை தட்டி நல்ல உற்சாகமா, You are the eagle. நீங்க தான் கழுகு, You are the eagle. நீங்க தான் கழுகு, You are the eagle. நீங்கள் கழுகு, கழுகு கழுகு கழுகு. ஆமென். ആകാശത്തിൽ പറക്കുന്ന കഴുകനെ നോക്കി സർപ്പം പറയും, ஆகாயத்தில் பறக்கக்கூடிய கழுகை பார்த்து இந்த சர்ப்பம் சொல்லும், ഞാൻ നിന്നെ വിഴുങ്ങും. நான் உன்னை விழுங்குவேன். കഴുകൻ പറയും, கழுகு சொல்லும், No, 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 no. இல்ல இல்ல இல்ல, 220 കിലോമീറ്റർ വേഗതയിൽ 220 கிலோமீட்டர் வேகத்தில் ഞാൻ നിന്നെ എടുത്തോണ്ട് நான் உன்னை எடுத்துக்கொண்டு കൊടുമുടിയിലേക്ക് പറക്കും. மலையின் உச்சிக்கு நேராய் பறப்ப അവിടെ വച്ച് அங்கே வைத்து ഞാൻ നിന്നെ വിഴുങ്ങിക്കളയും. உன்னை நான் விழுங்கி விடுவேன். കരമടിച്ചു പറ, கையை தட்டி சொல்லுங்க, ശത്രുവിന് നിന്നെ തൊടാൻ പറ്റില്ല. சத்துருவால் உன்னை தொடவே முடியாது. നീ ശത്രുവിനെ തകർക്കും. நீ சத்துருவை அழிப்பாய்.